നമസ്കാരം. ഞാൻ നിങ്ങളുടെ നിത്യമിസ്സാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബുദ്ധനും ഞാനും നരിയും എന്ന കവിതയെ എടുക്കാനായിട്ട് ഇടശ്ശേരിയെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ആ കവിതയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തത്വസംഹിത എല്ലാ പ്രത്യയ ശാസ്ത്രങ്ങളെയും എല്ലാ ആദർശങ്ങളെയും ഒന്നും നമുക്ക് അതൊന്നും പ്രാബല്യത്തിലാക്കാനായിട്ട് നടപ്പിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് എന്താണ് ഗാന്ധിയൻ ആദർശം നിൽക്കുമ്പോൾ തന്നെ അതുകൂടാതെ വർത്തമാനകാല രാഷ്ട്രീയത്തിന്റെ സ്ഥിതിയും വെച്ച് നോക്കുമ്പോൾ ഗാന്ധിയൻ ആദർശങ്ങളും അതേപോലെ തന്നെ വർത്തമാന രാഷ്ട്രീയത്തിലെ അപ്പോഴത്തെ സ്ഥിതിഗതിയും രണ്ടും കൂടി തുലനം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്ന രാഷ്ട്രീയക്കാരെ കണ്ടിട്ടാണ് ഈ കവിത ഇടശ്ശേരി എഴുതിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നരിയെക്കുറിച്ചും, നരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, പുലിയാണ്. അതേപോലെ തന്നെ മനുഷ്യനെ കുറിച്ചിട്ടും ബുദ്ധനെ കുറിച്ചിട്ടുമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ബുദ്ധനും അതേപോലെ തന്നെ ഈ നരിയും അതേപോലെ തന്നെ മനുഷ്യനും എങ്ങനെയാണ് ഈ രാഷ്ട്രീയക്കാരായി മാറുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ആ ആശയത്തെ എങ്ങനെ എടുക്കാം എന്നൊക്കെ നമുക്ക് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇപ്പം നമുക്ക് ആദ്യമായിട്ട് കവിതയിലേക്ക് കടക്കാം. അരിയില്ല തിരിയില്ല ദുരിതമാണെന്നാലും നരി തിന്നാൽ നന്നോ മനുഷ്യന്മാരെ. അപ്പോൾ അരിയില്ല തിരിയില്ല ദുരിതമാണെന്നാലും നരി തിന്നാൽ നന്നോ മനുഷ്യന്മാരെ. അപ്പോൾ നമ്മുടെ കഥാനായകൻ, ഈ കവിതയിലെ നായകൻ കടന്നു വരികയാണ്. നായകൻ എവിടെയോ പോയിട്ട് വരികയാണ്. അപ്പോൾ കവിതയിൽ പറഞ്ഞു തുടങ്ങുന്നത് അരിയില്ല, വീട്ടിൽ വെക്കാനായിട്ട് അരിയില്ല, അതേപോലെ തന്നെ അടപ്പ് പുകയാനായിട്ട്, അതാണ് തിരിയില്ല എന്ന് പറയുന്നത്. അടപ്പ് പുകഞ്ഞിട്ടില്ല, അതായത് കടുത്ത ദാരിദ്ര്യത്തിലാണ്. എത്രയൊക്കെ ദുരിതമാണെങ്കിലും നരി മനുഷ്യനെ പിടിച്ചു തിന്നാൽ, പുലി മനുഷ്യനെ പിടിച്ചു തിന്നാൽ നല്ലതാണോ എന്നാണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് ചോദിക്കാനായിട്ട് കാരണം എന്നാണ് ഇനി പറയുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഓരോ വരിയുടെ അർത്ഥം ഒരു പക്ഷേ ഉണ്ടാവില്ല. മൊത്തത്തിൽ കുറച്ച് വരികൾ വായിക്കുമ്പോഴായിരിക്കും അർത്ഥം കിട്ടുന്നത് കേട്ടോ. ഒരു കാട്ടുപാതയിൽ അരമൈൽ നടന്നാൽ അക്കരെയായി നമ്മുടെ ചെറ്റമാടം കരയുന്നുണ്ടാവാം, പൊരിയുന്നുമുണ്ടാവാം ദുരിതമേ നാലഞ്ചു മക്കളിപ്പോൾ വലയും കുടുംബിനി തലതല്ലിക്കൊണ്ടെൻ്റെ വരവും പ്രതീക്ഷിച്ചിരിപ്പുമുണ്ടാം, ചുമലിലൊരിത്തിരി റേഷനരിക്കിഴി ചുടുചിന്താഭാരങ്ങൾ നെഞ്ചറയിൽ. അപ്പൊ എന്താണ് ഇദ്ദേഹത്തിന്റെ വീട്? ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നത് ഒരു ഗൃഹനായകൻ അല്ലെങ്കിൽ ഒരു ഗൃഹനാഥനാണ് എവിടേക്ക് വരുന്നത്, ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത്. ഇദ്ദേഹത്തിന്റെ വീട്ടിലാണെങ്കിൽ വളരെ ദുരിതവും ദാരിദ്ര്യവുമാണ്. ഇദ്ദേഹം ജോലി കഴിഞ്ഞ് വരുന്ന സ്ഥലത്ത് നിന്ന് ഒരു കാട്ടുപാതയുണ്ട്. ആ കാട്ടുപാതയിലൂടെ അരമൈൽ നടന്നു കഴിഞ്ഞാൽ, അതായത് കുറച്ച് വഴി നടന്നു കഴിഞ്ഞാൽ എവിടെ എത്തും? ഇദ്ദേഹത്തിന്റെ വീടായ ആ ചെറ്റമാടത്തില്, ആ ചെറ്റക്കുടിലില് എത്തും. കരയുന്നുമുണ്ടാവാം, പൊരിയുന്നുമുണ്ടാവാം ദുരിതമേ നാലഞ്ചു മക്കളിപ്പോൾ. അപ്പൊ അദ്ദേഹത്തിന് 5 കുട്ടികളുണ്ട്. ആ 5 കുട്ടികളും എന്തുകൊണ്ട് കരയുന്നുണ്ടാവാം? വിശപ്പ് സഹിക്കാനാവാതെ കരയുന്നുണ്ടാവാം. വലയും കുടുംബിനി തലതല്ലിക്കൊണ്ടെൻ്റെ വരവും പ്രതീക്ഷിച്ചിരിപ്പുമുണ്ടാം. അപ്പൊ എന്താണ്, കുടുംബിനി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും വിശക്കുന്നുണ്ടാവാം. അതുകൂടാതെ തന്നെ മക്കളുടെ വിശപ്പ് സഹിക്കാതെയുള്ള കരച്ചിൽ കണ്ടിട്ട് വലയുന്ന കഷ്ടപ്പെടുന്ന കുടുംബിനി ആരെ കാത്തിരിക്കുന്നുണ്ടാവാം? ഭർത്താവ് എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ച് ഇരിക്കുന്നുണ്ടാവാം. ചുമലിലൊരിത്തിരി റേഷനരിക്കിഴി ചുടുചിന്താഭാരങ്ങൾ നെഞ്ചറയിൽ. എൻ്റെ ചുമലില്, എൻ്റെ തോളിൽ എന്താണുള്ളത്? കുറച്ച് റേഷനരിയാണുള്ളത്. പക്ഷേ നെഞ്ചിൽ മുഴുവൻ ചുടുചിന്താഭാരങ്ങളാണ്. അതായത് അദ്ദേഹത്തിനെ മതിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ദാരിദ്ര്യവും അതേപോലെ തന്നെ കുട്ടികൾ വിശപ്പ് സഹിക്കാനാവാതെ ബുദ്ധിമുട്ടുന്നതും തൻ്റെ ഭാര്യ അവരോട് എന്ത് പറയണമെന്നറിയാതെ കഷ്ടപ്പെടുന്നതൊക്കെ ഇദ്ദേഹത്തിന്റെ മനസ്സ് നിറയെ ഒരുപാട് ചിന്താഭാരങ്ങളാണ്.
പെരുവഴിയിങ്കലൂടെങ്കിലോ ദുർഘട ഒരു കാതം പോകണം ലക്ഷ്യമെത്താൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇദ്ദേഹം നിൽക്കുന്നിടത്ത് നിന്ന് ഒരു കാട്ടുപാതയുണ്ട്, കാട്ടിലൂടെ ഒരു വഴിയുണ്ട്. അതിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു 1/2 മൈൽ മതി, അതായത് വളരെ കുറച്ച് ദൂരം കൊണ്ട് എവിടെ എത്താനായിട്ട് സാധിക്കും? വീട്ടിലെത്താനായിട്ട് സാധിക്കും. എന്നാൽ ശരിയായ വഴിയിലൂടെ, പെരുവഴിയിലൂടെ പോയി കഴിഞ്ഞാൽ, ശരിയായിട്ടുള്ള വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ എന്താണ്? ഒരു കാതമെങ്കിലും പോകണം ലക്ഷ്യമെത്താൻ. അപ്പോൾ ഏറ്റവും എളുപ്പമായിട്ട് പെട്ടെന്ന് വീട്ടിലെത്താനുള്ള വഴി എന്ന് പറയുന്നത് എന്താണ്? ഈ കാട്ടുപാത തിരഞ്ഞെടുക്കലാണ്. കഴൽ നീങ്ങി കാട്ടിലേക്ക് അന്തിയാണമ്പിളി കലയുണ്ടേ മാനത്തിൻ ദ്രംഷ്ടം പോലെ. അപ്പൊ എന്താണ്? സമയവും വൈകിക്കഴിഞ്ഞു, രാത്രിയായി തുടങ്ങി, വെളിച്ചം മാറി, ഇരുട്ട് വന്നു തുടങ്ങി. അതുകൂടാതെ അമ്പിളിക്കല ആകാശത്ത് നിൽപ്പുണ്ട്. എന്തുപോലെയാണ് തോന്നുന്നത്? മാനത്തിന്റെ ദ്രംഷ്ടം പോലെയാണ്. നമ്മൾ പറയാ ദ്രംഷ്ടം എന്ന് വെച്ചാൽ നമുക്കറിയാം, ആ 2 പല്ലുകള് ഉന്തി നിൽക്കുന്ന പല്ലുകളെയാണ് നമ്മൾ ദ്രംഷ്ടം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ദ്രംഷ്ടമായിട്ടാണ് ആ അമ്പിളിക്കലയെ തോന്നുന്നത് എന്ന് പറയാനായിട്ട് കാരണം, ഇദ്ദേഹം കാട്ടുപാതയിലൂടെ പോവാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ കാട്ടുപാതയിലൂടെ പോകാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് ഇരുട്ട് വന്നു തുടങ്ങി, ആകെ പേടിപ്പെടുത്തുന്ന ചുറ്റുപാടാണ്. അതുകൊണ്ടാണ് അതുകൂടാതെ ആ കാട്ടിൽ എന്തിന്റെ ശല്യമുണ്ട്? നരിയുടെ, പുലിയുടെ ശല്യമുണ്ട്. ഇതൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മുടെ അമ്പിളിക്കല കണ്ടിട്ട് അദ്ദേഹത്തിന് എന്ത് തോന്നുന്നത്? മാനത്തിന്റെ ദ്രംഷ്ടമായിട്ട്, പേടിപ്പെടുത്തുന്ന ഒന്നായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നത്. ഉരസിപ്പോം കുന്നിന്റെ ചെരുവുമാ കണ്ടക നിരയും മെതിച്ചു നടക്കയായി ഞാൻ, നരി വന്നാൽ വന്നോട്ടെ സുപരീക്ഷിതങ്ങളൻ ചരണങ്ങൾ ഞാനൊരു പെണ്ണല്ലല്ലോ. അപ്പൊ അദ്ദേഹം എന്ത് തീരുമാനിക്കുകയാണ്? തൻ്റെ വീട്ടിൽ പെട്ടെന്നെത്താനായിട്ട്, തൻ്റെ മക്കളുടെ വിശപ്പ് പെട്ടെന്ന് മാറ്റാനായിട്ട് താൻ ആ വഴി തന്നെ, ആ കാട്ടുപാത തന്നെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം ആ കുന്നിന്റെ ചെരുവുകളിലൂടെയൊക്കെ നടന്നു തുടങ്ങി. നരി വരികയാണെങ്കിൽ, പുലി വരികയാണെങ്കിൽ വന്നോട്ടെ, കാരണം ഞാൻ ഒരു പെണ്ണല്ലല്ലോ. ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? നമ്മൾ പൊതുവെ പറയുന്നത് എന്താണ്? ശാരീരികമായി പുരുഷനേക്കാൾ ശേഷി കുറവുള്ളവളാണ്, കായിക ശേഷി കുറവുള്ളവളാണ് പെണ്ണ് എന്നാണ് പറയുന്നത്. അവൾക്ക് ശാരീരികമായിട്ട് കുറച്ച് ദൗർബല്യങ്ങളുണ്ട്. പുരുഷന്റെ പോലെ പെട്ടെന്ന് ഓടാനോ, പുരുഷന്റെ പോലെ അനായാസമായിട്ട് കാര്യങ്ങൾ ചെയ്യാനോ ഒരു പക്ഷെ ശാരീരിക പരിമിതികൾ ആർക്കുണ്ട്? സ്ത്രീക്കുണ്ട്. അപ്പൊ ആ ശാരീരിക പരിമിതി മാത്രമാണ് ആരിവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്? നമ്മുടെ കവി ഇടശ്ശേരി ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നരി വരികയാണെങ്കിൽ വന്നോട്ടെ, ഞാനൊരു പെണ്ണല്ലല്ലോ, അപ്പം എനിക്ക് ഓടി രക്ഷപ്പെടാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് പോരാടാനായിട്ട് സാധിക്കും എന്ന് വിശ്വസിച്ചുറച്ചുകൊണ്ട് നമ്മുടെ ഗൃഹനായകൻ ഇങ്ങനെ ഗൃഹനാഥൻ കാട്ടുപാതയിലൂടെ നടക്കുകയാണ്. നരി കണ്ടോനേറിയാൽ നായാട്ടു നായ്ക്കളെ, ശരി ഞാനോ വാറണ്ട് ശിപ്പായിമാരെ, പകുതിയും പിന്നിട്ടു വഴി ഇപ്പോൾ എത്തി ഞാൻ സുഗതനാം ബുദ്ധൻ തൻ സന്നിധിയിൽ. അങ്ങനെ നരി കണ്ട്, ഇപ്പൊ നായാട്ടു നായ്ക്കളെയൊക്കെ എങ്ങനെയാണോ ശിപ്പായിമാര് അതിനെ നേരിടുന്നത്, അല്ലെങ്കിൽ നായാട്ടു നായ്ക്കളെയൊക്കെ എങ്ങനെയാണോ ആളുകൾ വേട്ടയാടി പിടിക്കുന്നത്, അതേപോലെ തന്നെ നായാട്ടു നായ്ക്കൾ കടന്നു വരുമ്പോ ഓടി രക്ഷപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. അതിന് ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് വാറണ്ട് ശിപ്പായിമാര്. പണ്ട് കാലത്തൊക്കെ വാറണ്ട് ശിപ്പായിമാര് എന്ന് പറയുന്നത്, പണ്ടത്തെ കാലത്തൊന്നും എന്തില്ല, നമ്മൾക്ക് ഫോണൊന്നും, വിവരങ്ങൾ വിളിച്ചു പറയാനായിട്ട് ഫോണൊന്നുമില്ല. ശിപ്പായിമാരാണ് ഈ ന്യൂസ് വാർത്തകളൊക്കെ, വാറണ്ടുകള് അല്ലെങ്കിൽ ടെലഗ്രാം ഇതൊക്കെ നമുക്ക് എത്തിക്കുന്നത് ശിപ്പായിമാരാണ്. പോസ്റ്റ്മാനൊക്കെ ആദ്യകാലത്ത് പറഞ്ഞിരുന്നത് ശിപ്പായിമാര് എന്നാണ്. അവരൊരിക്കലും നടന്നല്ല ഈ ടെലഗ്രാം ഒന്നും കൊണ്ടുവരാൻ. കമ്പി എന്നൊക്കെയാണ് അന്നത്തെ കാലത്ത് ആദ്യകാലത്ത് പറഞ്ഞിരുന്നത്. അവർ ഓടുകയാണ് ചെയ്യുക, കാരണം പെട്ടെന്ന് സന്ദേശങ്ങൾ എത്തിക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ നായാട്ടു നായ്ക്കളെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഈ വാറണ്ട് ശിപ്പായിമാർ ഓടി രക്ഷപ്പെടുന്നത് പോലെ എനിക്ക് ഓടി രക്ഷപ്പെടാനായിട്ട് സാധിക്കും, കാരണം ഞാൻ ഒരു പെണ്ണല്ലല്ലോ എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം ആ കാട്ടുവഴിയിലൂടെ നടക്കുകയാണ്. അങ്ങനെയാണ്
അങ്ങനെ നടന്ന് 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 പകുതി വഴിയോളം പിന്നിട്ടപ്പോൾ ആ കാട്ടിൽ തന്നെയുള്ള ഒരു ബുദ്ധന്റെ സന്നിധിയില്, ബുദ്ധപ്രതിമ വെച്ചിരിക്കുന്ന സന്നിധിയിൽ ആരെത്തുകയാണ്? നമ്മുടെ ഗൃഹനാഥൻ എത്തുകയാണ്. പഴയൊരാ പാറക്കൽ പ്രതിമയുണ്ടെപ്പോഴും പരിശുദ്ധി ചുറ്റും പൊഴിച്ചു നിൽപ്പൂ. അപ്പോൾ അങ്ങനെ ആ കാട്ടുവഴിയിൽ അല്ലെങ്കിൽ ആ കാട്ടില് ഒരു ബുദ്ധ പ്രതിമ അവിടെ നിൽപ്പുണ്ട്. ഒരു പാറക്കല്ല് കൊണ്ടുണ്ടാക്കിയ പ്രതിമയാണ്. എന്നിരുന്നാലും ആ പ്രതിമ ഇപ്പോഴും വളരെയധികം പരിശുദ്ധി പൊഴിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്താണ്? നമ്മുടെ ബുദ്ധൻ എന്ന് പറയുന്നത് അഹിംസയുടെ ആൾ രൂപമാണ്. ഒരുപാട് അഹിംസ എന്ന സിദ്ധാന്തം കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ലോകത്തിന് മുഴുവൻ നന്മ വരാനായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ പാറക്കൽ പ്രതിമ പഴയതാണ്, എന്നിരുന്നാലും അത് കാണുമ്പോൾ ഇപ്പോഴും അവിടെ പരിശുദ്ധി കളിയാടി നിൽക്കുന്നുണ്ട്. ഒരു കാലത്തുൽകൃഷ്ടർ ബുദ്ധ ഭിക്ഷുക്കളി തരുനീലത്തണൽകളിൽ വാണിരിക്കാം. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ആ കാട്ടിൽ ഇപ്പോൾ ഒരു ബുദ്ധ പ്രതിമ നിൽക്കുന്നത്? ഏതെങ്കിലും ഒരു കാലത്ത്, പണ്ട് കാലത്ത് ഒരുപാട് ബുദ്ധ ഭിക്ഷുക്കൾ ഒരു പക്ഷേ ഇവിടെ താമസിച്ചിരിക്കാം. അതിന്റെ ഓർമ്മയ്ക്കായിട്ടായിരിക്കാം ഈ ബുദ്ധ ഭിക്ഷുവിന്റെ പ്രതിമ അവിടെയുള്ളത്, അല്ലെങ്കിൽ ബുദ്ധ ഭിക്ഷുവിന്റെ അല്ല, ബുദ്ധന്റെ പ്രതിമ അവിടെയുള്ളത്. അപ്പൊ ഒരുപാട് ബുദ്ധന്റെ ഭിക്ഷുക്കള് അല്ലെങ്കിൽ ബുദ്ധന്റെ അനുയായികള്, ബുദ്ധമതം സ്വീകരിച്ച ബുദ്ധ ഭിക്ഷുക്കൾ ഒരുപാട് നാള് ഒരുപക്ഷെ ഇവിടെ താമസിച്ചിരിക്കാം. ഒരു കാലം നിഷ്കൃഷ്ട ഹിംസയെ പറ്റിയും കരുണയെ പറ്റിയും ചൊല്ലി. അപ്പോ ആദ്യകാലത്ത് ഇവിടെ ബുദ്ധ ഭിക്ഷുക്കളുടെ കേന്ദ്രമായിരിക്കാം. അവര് ഒരു കാലം നിഷ്കൃഷ്ട ഹിംസയെ പറ്റിയും കരുണയെ പറ്റിയും ചൊല്ലി കരയിച്ചിട്ടുണ്ടാവാം കഠിനാമർഷത്താരെ കരൾ തിന്നാനൂന്നും വിരോധിമാരെ. അപ്പോ ഇവിടെ ഉണ്ടായിരുന്ന ബുദ്ധ ഭിക്ഷുക്കള് ഒരു പക്ഷേ മറ്റുള്ളവരുടെ അഹിംസയെ പറ്റി പറഞ്ഞും ഹിംസ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടും കരുണയെ പറ്റിയൊക്കെ പറഞ്ഞ് ആരെ വളരെ അമർഷത്തോടെ ഉപദ്രവിക്കാനായിട്ട് വരുന്ന വിരോധികളെ പോലും അവരുടെ കരള് അലിയിച്ചിട്ടുണ്ടാവാം. അതായത് ബുദ്ധനൊക്കെ ഹിംസ കൈമുതലാക്കിയിട്ടുള്ളവരെ പോലും ഈ ബുദ്ധന്റെ ഉപദേശം കൊണ്ട് പലരും മനസ്സ് മാറി എന്തിലേക്ക് വന്നിട്ടുണ്ട്? അഹിംസാ മാർഗത്തിലേക്ക്, ബുദ്ധമതത്തിലേക്കൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ അതേപോലെ അവിടെ ഒരുപാട് ബുദ്ധഭിക്ഷുക്കള് വാണിരിക്കാം. അവര് ഈ കരുണയെ പറ്റി പറഞ്ഞും അഹിംസയെ പറ്റി പറഞ്ഞും ഒക്കെ ദുഷ്ടരായവരെ പോലും അവരുടെ മനസ്സിനെ അലിയിച്ചുകൊണ്ട് അവരെന്തിലേക്ക് കൊണ്ടുവന്നിരിക്കാം? ഈ അഹിംസാ മാർഗത്തിലേക്ക് കൊണ്ടുവന്നിരിക്കാം. തനത് സന്ദേശത്തിൻ സഫല പ്രയോഗത്താൽ അനഘമാമ്പാരിനെ കണ്ടുകണ്ടേ ചരിതാർത്ഥനായി ധ്യാനനിരതനായി വാഴ്കയാം 20 നൂറ്റാണ്ടായി മുനി ഇവിടെ. അപ്പോ ആ സന്ദേശത്തിൽ അഹിംസയാകുന്ന അല്ലെങ്കിൽ ലോക നന്മയാകുന്ന ആ സന്ദേശത്തിന്റെ പ്രയോഗം ഈ നാട്ടിൽ മുഴുവൻ അത് പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ അഹിംസ കൈമുതലായിട്ടുള്ള ഒരു നാടിനെ സ്വപ്നം കണ്ടുകൊണ്ട് ചരിതാർത്ഥനായി വളരെ ചാരിതാർത്ഥ്യത്തോടെ ധ്യാനനിരതനായിട്ട് 20 നൂറ്റാണ്ടായിട്ട് ഈ മുനി, അതായത് ഈ ബുദ്ധന്റെ പ്രതിമ ഇവിടെ ഇരിപ്പുണ്ട്. ഇരതേടും ക്രൗര്യങ്ങൾ നഗരമുരപ്പത് അറിയാതാം ധ്യാനപരതയോടെ. ഇവിടെ ഈ കാട്ടിലെ ഇരതേടുന്ന ക്രൗര്യങ്ങള്, ഇരതേടുന്ന ഹിംസ ജന്തുക്കള് അവരുടെ നഖം ഉരച്ച് മൂർച്ച കൂട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇരകളെ കൊന്നു തിന്നാനായിട്ട് വേണ്ടിയിട്ടാണ്. അതൊന്നും അറിയാതെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ ഈ ചുറ്റും ഈ ക്രൂര മൃഗങ്ങള് ഹിംസ ചെയ്യുന്നത് ആര് കാണുന്നുണ്ടാവില്ല? നമ്മുടെ ബുദ്ധ പ്രതിമ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധൻ കാണുന്നുണ്ടാവില്ല. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. മക്കളെ, നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് അതിൻ്റെ ആശയം, നിങ്ങൾക്ക് ഓരോ വരിക്കും ഒരു പക്ഷേ ആശയം കിട്ടണമെന്നില്ല. ഈ മൊത്തത്തിലുള്ള ആശയം നോക്കിയാൽ മതി. നന്നായിട്ട് വായിച്ച് അതിൻ്റെ ആശയം മനസ്സിലാക്കി വെക്കാം കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.